നമുക്ക് ഇന്ന് പോളിമർ കെമിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോണോമർ എന്താണ്? മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്, അതുപോലെ മെർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ്. അപ്പൊ മോണോമർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എന്നാണ് മീനിങ്. പോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് അധികം എന്നുള്ളതാണ് മീനിങ്. അപ്പൊ ഒരുപാട് മോണോമർ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പോളിമർ ഉണ്ടാവുന്നത് അല്ലെ. പോളിമറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്ലാസിഫിക്കേഷൻ നമ്മൾ 4 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. ആദ്യത്തത് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, പിന്നെ ബേസ്ഡ് ഓൺ സോഴ്സ്, പിന്നെ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ്. അതായത് പോളിമറിന്റെ മോണോമർ യൂണിറ്റുകൾ ഉണ്ടല്ലോ, ആ യൂണിറ്റുകളിന്റെ ഇടയിലുള്ളത് അല്ലെങ്കിൽ അതിന്റെ ചെയിനിന്റെ ഒക്കെ ഇടയിലുള്ള ഇന്റർമോളിക്കുലാർ അല്ലെങ്കിൽ ഇൻട്രാമോളിക്കുലാർ ഫോഴ്സസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നത് മോഡ് ഓഫ് പോളിമറൈസേഷൻ, എങ്ങനെയാണ് ആ പോളിമർ ഫോം ചെയ്തിരിക്കുന്നത് എന്ന്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിമറിന്റെ മേജർ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒറിജിൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഴ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് നാച്ചുറൽ പോളിമർ, പിന്നെ സെമി സിന്തറ്റിക് പോളിമർ, സിന്തറ്റിക് പോളിമർ. ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, അതായത് ആ പോളിമറിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ മോണോമർ തമ്മിൽ എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ പോളിമർ, ബ്രാഞ്ച്ഡ് പോളിമർ, അതുപോലെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ഇനി ഇതിലുള്ള മോളിക്കുലാർ ഫോഴ്സസ് വെച്ചിട്ട് ഇൻട്രാമോളിക്കുലാർ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എലാസ്റ്റോമർ, അതുപോലെ ഫൈബർ, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. ഈ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഇത് പിന്നെ നമ്മൾ ആദ്യമേ അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഏതായിരുന്നു? മോഡ് ഓഫ് പോളിമറൈസേഷൻ അല്ലേ. അതായത് എങ്ങനെയാണ് ആ പോളിമർ ഫോം ചെയ്തിരിക്കുന്നത്, അതിലുള്ള കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ വരുന്നത് 2 ടൈപ്പാണ്, അഡീഷനും അതുപോലെ കണ്ടൻസേഷനും. അഡീഷൻ പോളിമേഴ്സും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമേഴ്സും ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇതിൽ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് സോഴ്സ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോ സോഴ്സ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറിജിൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ 3 ആയിട്ടല്ലേ ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു? ഒന്ന് നാച്ചുറൽ ആണ്, പിന്നെ സിന്തറ്റിക് ആണ്, സെമി സിന്തറ്റിക് ആണ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിളും ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നാച്ചുറൽ പോളിമർ ആണ്. നാച്ചുറൽ പോളിമർ എന്ന് പറഞ്ഞാൽ ഒക്കറിൻ നേച്ചറിൽ തന്നെ ഉള്ള പോളിമേഴ്സ് ആണ്. അതിന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ അത് ബയോഡീഗ്രേഡബിൾ ആണ്. നേച്ചറിൽ തന്നെ ഒക്കർ ചെയ്യുന്ന കോമ്പൗണ്ട് ആയതുകൊണ്ട് അതെന്തായാലും ബയോഡീഗ്രേഡബിൾ ആണ്. അത് നോൺ ടോക്സിക് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതൊക്കെയാണ് സിൽക്ക്, വൂൾ, DNA, സെല്ലുലോസ്, പ്രോട്ടീൻ. ഇതൊക്കെ നാച്ചുറൽ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബയോഡീഗ്രേഡബിൾ ആണ്, അതുപോലെ നോൺ ടോക്സിക് ആണ്, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, നേച്ചറിൽ ഇതുപോലെ തന്നെ ഇതേ ഫോമിൽ തന്നെ ഒക്കർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നാച്ചുറൽ പോളിമേഴ്സ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് സിന്തറ്റിക് പോളിമേഴ്സും ഉണ്ട്, പിന്നെ സെമി സിന്തറ്റിക് പോളിമേഴ്സ്. അടുത്ത നമുക്ക് സിന്തറ്റിക് പോളിമർ എന്താ നോക്കാം. സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാല് അത് മാൻമെയ്ഡ് പോളിമർ ആണ്. നമ്മൾ തന്നെ ലാബിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ്. കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അത് ഫോം ചെയ്യുന്നത്. അതിന് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ എലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ആണ് നൈലോൺ, പോളിയെത്തിലീൻ, ടെഫ്ലോൺ. അതുപോലെ നമ്മൾ സാധാരണ പറയുന്ന പോളിമേഴ്സ് അധികവും സിന്തറ്റിക് പോളിമർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്താണ്? സെമി സിന്തറ്റിക് പോളിമർ ആണ്. സെമി സിന്തറ്റിക് പോളിമർ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള പോളിമർ ആണ്. പക്ഷെ അതിൽ കുറച്ച് അതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അങ്ങനെയുള്ള പോളിമേഴ്സിനെയാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഹാഫ് നാച്ചുറൽ ആണ്, ഹാഫ് മാൻമെയ്ഡ് ആണ്. എക്സാമ്പിൾ ആണ് റയോൺ, അതുപോലെ വൾക്കനൈസ്ഡ് റബ്ബർ. റയോൺ എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് ഇല്ലേ,
സെല്ലുലോസ് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ്. സെല്ലുലോസിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് അതിലുള്ള കുറച്ച് ഹൈഡ്രജൻ ആറ്റവും അതുപോലെ OH ഗ്രൂപ്പുകളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടാണ് റയോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഫോം ചെയ്യുന്നത്. പിന്നെ വൾക്കനൈസ്ഡ് റബ്ബർ അറിയാലോ, നമ്മൾ നാച്ചുറൽ റബ്ബർ ഉണ്ടല്ലോ, ആ നാച്ചുറൽ റബ്ബറിലേക്ക് സൾഫർ ആഡ് ചെയ്തിട്ടാണ് വൾക്കനൈസ്ഡ് റബ്ബർ ഫോം ചെയ്യുന്നത്. ഇപ്പൊ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് നാച്ചുറൽ പോളിമർ ആണ്. അതിലേക്ക് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്? സൾഫർ ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. സൾഫറിന്റെ പ്രസൻസിൽ അതിനെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റബ്ബർ മരത്തിന്റെ മുകളിൽ നിന്ന് എടുക്കില്ലേ, അതിന്റെ പാലിൽ നിന്ന് എടുക്കില്ലേ, അതാണ്. അത് നമുക്ക് അങ്ങനെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് എലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും, അതുപോലെ സ്ട്രെങ്ത് കുറവൊക്കെ ആയിരിക്കും. അതിന്റെ പ്രോപ്പർട്ടീസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൾക്കനൈസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വൾക്കനൈസ്ഡ് റബ്ബർ. സൾഫർ ആണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ. ഇനി രണ്ടാമത്തത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൽ 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് ലീനിയർ പോളിമർ, രണ്ടാമത്തത് ബ്രാഞ്ച്ഡ് പോളിമർ, മൂന്നാമത്തത് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. 3ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് മോണോമറിനെ എങ്ങനെയാണ് ബോണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ലീനിയർ പോളിമർ നോക്കാം. ലീനിയർ പോളിമർ എന്ന് പറഞ്ഞാൽ ലോങ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ കാർബൺ ബോൺസ്. അതായത് നമ്മളൊരു പോളിമർ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ CC എന്നുള്ള ബോൺസ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇതില് വേറെ ഈ 2 കാർബൺ തമ്മിലുള്ള ബോണ്ട് അല്ലാതെ, അതുപോലെ ആ മോണോമറിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എന്നല്ലാതെ വേറെ സൈഡിലേക്ക് കാർബൺ ബോണ്ടുകൾ ഉണ്ടാവില്ല. ലീനിയർ ആയിട്ട് മാത്രമേ കാർബൺ ബോണ്ടുകൾ കാണാൻ പറ്റൂ. അടുത്തത് ഇതിന്റെ എൻഡിലുള്ള ബോണ്ട്സ് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഒരു ഹൈഡ്രോ കാർബൺ മോയിറ്റി ആയിട്ട്, അതായത് അടുത്തൊരു മോണോമറുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിന്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇതിന്റെ സ്ട്രെങ്ത് കുറവാണ്, ലീനിയർ ആയിട്ടല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് ഇതിന്റെ സ്ട്രെങ്ത് കുറവാണ്. ഈസി ആയിട്ട് നമുക്ക് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇത് സെമി ക്രിസ്റ്റലൈൻ ആണ്. എക്സാമ്പിൾ PVC. PVC എന്ന് പറഞ്ഞാൽ അറിയാലോ, പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മൾ ഈ പോളിമർ പഠിക്കുന്ന കാലം തൊട്ടേ കേൾക്കുന്നതാണ് PVC. പിന്നെ പോളിസ്റ്റൈറീൻ. സ്റ്റൈറീൻ എന്ന് പറയുന്ന നമ്മളുടെ ഒരു ബെൻസീൻ റിങ്ങിന്റെ മുകളില് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കണ്ടിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, സ്റ്റൈറീൻ. അപ്പോ പോളിസ്റ്റൈറീൻ അതിന്റെ പോളിമറാണ് പോളിസ്റ്റൈറീൻ. പിന്നെ പോളിയെത്തിലീൻ, നമ്മൾ പോളിത്തീൻ എന്ന് പറയാറില്ലേ, പോളിയെത്തിലീൻ. ഇതൊക്കെ ലീനിയർ പോളിമറാണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഏതാ വരുന്നത്? അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. ബ്രാഞ്ച്ഡ് പോളിമർ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ചെയിൻ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഇതുപോലെ ഒരു മെയിൻ ചെയിൻ ഉണ്ടായിരിക്കും. അതിൽ ഈ ചെയിനിന്റെ ഇടയിൽ വേറെ ബ്രാഞ്ച് ആയിട്ട് വേറെ CC ബോണ്ടുകൾ വരികയാണ് ചെയ്യുന്നത്. അതിന്റെ ഡെൻസിറ്റി വളരെയധികം കുറവായിരിക്കും, ലോ ഡെൻസിറ്റി ആയിരിക്കും വരുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഇങ്ങനെ ബ്രാഞ്ചിങ് വരുന്ന സമയത്ത് അവിടെ വോളിയം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കുറവായിരിക്കും. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും കുറവായിരിക്കും. എക്സാമ്പിൾ ആണ് പോളിപ്രൊപ്പിലീൻ. പോളിപ്രൊപ്പിലീൻ ഒരു ബ്രാഞ്ച്ഡ് പോളിമർ. ഇനി അടുത്ത ഒരു ടൈപ്പ് ഏതാ വരുന്നത്? അത് ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ്. ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ 3D ക്രോസ് ലിങ്ക്ഡ് നെറ്റ്വർക്ക് ഉണ്ടാവും. അതുപോലെ മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കും. ലീനിയറിനേക്കാളും ബ്രാഞ്ചിനേക്കാളും ഒക്കെ മെക്കാനിക്കലി സ്ട്രോങ് ആയിരിക്കും നമ്മളുടെ ക്രോസ് ലിങ്ക്ഡ് പോളിമർ. പിന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് ബേക്കലൈറ്റും മെലാമിനും. ഇതിലിതാ 3 ഇമേജ് കൊടുത്തിട്ടുണ്ട്. ലീനിയർ ആണെങ്കിൽ കണ്ടോ, ഈ ബ്ലൂ കളറിലുള്ള റൗണ്ട് എന്താണ്? ഓരോ മോണോമർ ആണ്. ലീനിയർ ആകുമ്പോൾ ഒറ്റ ലൈനിൽ മാത്രമേ വരുന്നുള്ളൂ. ബ്രാഞ്ചിലാവുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട് ബ്രാഞ്ച് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് മുകളിലേക്ക് വേറെ ബ്രാഞ്ച് ഫോം ചെയ്ത് പോകുന്നുണ്ട്. ക്രോസ് ലിങ്ക്ഡ് ആകുമ്പോൾ നോക്ക്, ഇത് താഴെ കൂടെ ഒരു ചെയിൻ പോകുന്നുണ്ട്. ഇതിൽ 3 ചെയിൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ചെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ ഒരു ചെയിൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു ചെയിൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ചെയിനിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ലിങ്ക് വരുന്നുണ്ട്. ഇതാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ.
അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനും കഴിഞ്ഞു. എങ്ങനെയാണ്? സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ലീനിയർ, ബ്രാഞ്ച്ഡ്, ക്രോസ് ലിങ്ക്ഡ്. ഇനി അടുത്ത നമ്മൾ എന്താണ്? മോളിക്കുലാർ ഫോഴ്സ് വെച്ചിട്ട് ഈ മോണോമറിന്റെ ഇടയിൽ ഉള്ള അല്ലെങ്കിൽ പോളിമർ ചെയിനിന്റെ ഇടയിലുള്ള മോളിക്കുലാർ ഫോഴ്സസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 4 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് എലാസ്റ്റോമർ, പിന്നെ ഫൈബർ, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇങ്ങനെ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എലാസ്റ്റോമർ എന്താന്ന് നോക്കാം. എലാസ്റ്റോമറിന് വിസ്കോസിറ്റി അതുപോലെ എലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. വിസ്കോസിറ്റി എന്താണ്? എലാസ്റ്റിസിറ്റി അറിയാലോ. വിസ്കോസിറ്റി എന്താണ്? വിസ്കസ് ഫോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. വിസ്കോസിറ്റി ഹൈലി വിസ്കസ് ആയിരിക്കും, അതുപോലെ എലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. അതിൽ ലോ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. എക്സാമ്പിൾ ആണ് നാച്ചുറൽ റബ്ബറും പോളി യൂറിത്തൈനും ഒക്കെ. അടുത്തത് ഫൈബർ ആണ്. ഫൈബർ എന്ന് പറയുമ്പോൾ അവിടെ സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ബിറ്റ്വീൻ ദ ചെയിൻസ്. ചെയിൻസിന്റെ ഇടയിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. എന്തൊക്കെയായിരിക്കും ആ ഫോഴ്സ് വരുന്നത്? ഇവിടെ ഇപ്പൊ 2 ചെയിൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ചെയിനും ഉണ്ട്, ഇവിടെ ഒരു ചെയിനും ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. അതിനാണ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ സെയിം ചെയിനിൽ ഉള്ളതാണ്. അപ്പൊ അവിടെ ഹൈഡ്രജൻ ബോണ്ട് വരാം. ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് അറിയാലോ. ഒരു ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും തമ്മിലുള്ള നോൺ ബോണ്ടിങ് ഇന്ററാക്ഷനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയാം. അതുപോലെ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷനും വരാം. ഇതിന് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, അതായത് നൂല് പോലെയുള്ള സ്ട്രക്ചർ ആണ് വരുന്നത്. അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് വളരെയധികം കൂടുതലാണ്. എക്സാമ്പിൾ ആണ് നൈലോൺ, റയോൺ, അതുപോലെ സിൽക്ക്. ഇതെല്ലാം ഫൈബറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഏതാണ്? തെർമോ പ്ലാസ്റ്റിക്സ് ആണ്. തെർമോപ്ലാസ്റ്റിക്കിൽ വരുന്നത് വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ്. ഏതൊക്കെയാണ് ഫോഴ്സസ്? ഒന്ന് വാട്ടർ വാൾസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ പൈപ്പൈ സ്റ്റാക്കിംഗ്. ഹൈഡ്രജൻ ബോണ്ട് വരില്ല, പൈപ്പൈ സ്റ്റാക്കിംഗ് വരുന്നുണ്ട്. പൈപ്പൈ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ ഒരു ബെൻസീൻ റിംഗ്, ഒരു ആരോമാറ്റിക് റിംഗ് ഉണ്ട്, ഇതിൽ കുറച്ച് പൈ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ അതിന്റെ താഴെ വേറൊരു ആരോമാറ്റിക് റിംഗ് ഉണ്ട്, അതിലും പൈ ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെയാണ്, പൈ ബോണ്ടുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ക്രോസ് ലിങ്കിങ് ഉണ്ടാവില്ല. തെർമോ പ്ലാസ്റ്റിക്കില് ചെയിനിന്റെ ഇടയിൽ ക്രോസ് ലിങ്കിങ് വരില്ല. അതുപോലെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതിനെ റീഹീറ്റ് ചെയ്യാനും റീമോൾഡ് ചെയ്യാനും പറ്റും. റീഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മള് പോളിമറിനെ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോമിലേക്ക് അതിനെ മോൾഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റിജിഡ് ആവും. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും സോഫ്റ്റ് ആവും. വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെ റീമോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് തെർമോപ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും ഈ തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. എക്സാമ്പിൾ ആണ് പോളിപ്രൊപ്പിലീൻ, പോളിയെത്തിലീൻ, PVC, അതുപോലെ പോളിസ്റ്റൈറീൻ. ഇതെല്ലാം തെർമോ പ്ലാസ്റ്റിക് ആണ്. അടുത്തൊരു കാറ്റഗറി ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എങ്ങനെയായിരിക്കും? അതിനെ റീമോൾഡ് ചെയ്യാൻ പറ്റില്ല, ഹീറ്റ് വെച്ചിട്ട് റീമോൾഡ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളൊരു തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ എടുത്തു, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് നമ്മൾ മോൾഡ് ചെയ്തെടുത്തു. അത് കൂളാവുന്ന സമയത്ത് അത് വീണ്ടും റിജിഡ് ആവും. വീണ്ടും നമുക്ക് അതിനെ ഹീറ്റ് ചെയ്തിട്ട് വീണ്ടും റീമോൾഡ് ചെയ്യാന്ന് പറയുന്ന കാര്യം നടക്കില്ല. ഒറ്റ പ്രാവശ്യം മാത്രമേ അതിനെ ഹീറ്റ് ചെയ്തിട്ട് മോൾഡ് ചെയ്യാൻ പറ്റൂ. അവിടെ ക്രോസ് ലിങ്ക്ഡ് ആണ് സ്ട്രക്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ക്രോസ് ലിങ്ക്ഡ് പോളിമർ. അപ്പൊ ഈ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എല്ലാം ക്രോസ് ലിങ്ക്ഡ് ആയിരിക്കും. അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. 3D നെറ്റ്വർക്ക് ഉണ്ട്. അതുപോലെ അതിൽ വരുന്ന ബോണ്ട് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ആണ് ഇതിൽ വരുന്നത്. ഓർത്ത് വെക്കണം, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് കോവാലന്റ് ബോണ്ട് ആണ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ വരുന്നത്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിലുള്ളത് കോവാലന്റ് ബോണ്ട് ആണ്. എക്സാമ്പിള് ബേക്കലൈറ്റ്, അതുപോലെ എപ്പോക്സി റെസിൻസ് ഒക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു കാറ്റഗറി കഴിഞ്ഞു.